നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി കഴകം ജോലിക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കില്ല. പരീക്ഷ എഴുതുന്ന കാലത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ജാതി വിവേചനത്തിന് ഇരയായ ബാലു ഇനി കഴകം ജോലിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കില്ലെന്നും ദേവസ്വം പുനഃക്രമീകരിച്ച ഓഫീസ് ജോലിക്കാണെങ്കിൽ വരാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. പരീക്ഷ എഴുതുന്ന കാലത്ത് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും ബാലു പ്രതികരിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ ചത്ത മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ ഞായറാഴ്ച ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന മാനിന് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച മൃഗശാലയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസ് പാലോട് നടത്തിയ വിശദ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ മ്ലാവുമായി അടുത്തിടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പോസ്റ്റ് എക്സ്പോഷർ ആന്റി റാബീസ് വാക്സിൻ എടുക്കുന്നതിലും മറ്റ് ജീവനക്കാർക്ക് പ്രൊഫൈലാക്റ്റിക് വാക്സിൻ എടുക്കുന്നതിനും തീരുമാനിച്ചു. മ്ലാവിനെ പാർപ്പിച്ചിരുന്ന കൂടിനുള്ളിലെ മുഴുവൻ മൃഗങ്ങൾക്കും അടിയന്തരമായി ആന്റി റാബീസ് വാക്സിൻ നൽകും. മൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ നടപടിക്രമങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. അഫാന്റെ അമ്മയെ മുറിയിലേക്ക് മാറ്റി. 5 പേരുടെയും മരണം ഷെമിയെ അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അമ്മ ഷെമിയെ മുറിയിലേക്ക് മാറ്റി. അഫാനെ കാണണമെന്ന് ഷെമി ആവശ്യപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ച് ഷെമിയെ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തു. ഉമ്മയെയും ഇളയ മകൻ അഫ്സാനെയും അഫാൻ ആക്രമിച്ചുവെന്ന് മാത്രമാണ് ഷെമിയോട് നേരത്തെ പറഞ്ഞിരുന്നത്. റോഡിന് സമീപം നിൽക്കുമ്പോൾ കൊടിവാൾ കൊണ്ട് വെട്ടി. അക്രമി എത്തിയത് മഴക്കൂട്ടിൽ. മതുകുന്ന് പുന്നുപറമ്പത്ത് ഗംഗാധരനാണ് തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട് കക്കട്ടിൽ ടൗൺ റോഡിന് സമീപം നിൽക്കുമ്പോൾ കൊടുവാൾ കൊണ്ട് വെട്ടേറ്റത്. തോളിനും കാലിനും വെട്ടേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴക്കോട്ട് കൊണ്ട് മുഖം മറച്ച് കൊടുവാൾ പൊതിഞ്ഞു കെട്ടി വന്നയാൾ പൊടുന്നനെ വെട്ടുകയായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. കുറ്റ്യാടി പോലീസ് ഗംഗാധരന്റെ മൊഴിയെടുത്തു. വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗംഗാധരന്റെ ബന്ധുവിന്റെ വീട്ടിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി യോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന തർക്കങ്ങളും അടിപിടിയുമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. BJP നേതാക്കൾ വന്നത് അനുവാദം വാങ്ങാതെ. BJPയിലേക്ക് പോകില്ലെന്ന് പത്മകുമാർ. SDP-യിൽ ചേർന്നാലും BJPയിൽ ചേരില്ലെന്ന് പത്മകുമാർ. BJP ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു. അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയത്. ഇവർ മുറിയുടെ ചിത്രം പകർത്തിയ ശേഷം തിരികെ പോയി. താൻ ഒരിക്കലും BJPയിലേക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VS സൂരജിനെ പരസ്യമായി അറിയിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് BJP നേതാക്കൾ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലെത്തിയത്. BJP പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി VA സൂരജ്, ജനറൽ സെക്രട്ടറി പ്രദീപ് അയിരൂർ എന്നിവരാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തിയത്. വൈകിട്ട് 7 മണിയോടെയാണ് നേതാക്കൾ ആറന്മുളയിലെ വീട്ടിലെത്തിയത്. 15 മിനിറ്റ് ശേഷം ഇവിടെ നിന്ന് മടങ്ങി. പിന്നീട് പ്രതികരണത്തിന് BJP നേതാക്കൾ തയ്യാറായില്ല.